ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാളിന് ശേഷം ഞാൻ ഇടാൻ പോകുന്ന വീഡിയോ ആണ്. അതായത് മാർച്ച് മാസം എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പെഷ്യലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കേട്ടോ. കാരണം എൻ്റെ വെഡിങ് ആനിവേഴ്സറി, എൻ്റെ പൂപ്പിക്കുട്ടൻ്റെ ബർത്ത്ഡേ ഒക്കെ വരുന്നത് ഈ ഒരു മന്താണ്. ആൻഡ് ഓൾസോ ഈ ഒരു മന്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേബിയുടെ ചോറൂണ് വരുന്നതും ഈ ഒരു മാസമാണ്. അപ്പം പൂപ്പിക്കുട്ടൻ്റെ ബർത്ത്ഡേക്ക് മുന്നേ ആയിട്ട് അവനൊരു ചെറിയൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവന് കുറച്ച് ടോയ്സ്, ഞാൻ പ്രീ ബർത്ത്ഡേ സർപ്രൈസ് ടോയ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട് കേട്ടോ. അതിന് മുന്നേ കുറച്ച് ടോയ്സൊക്കെ ഞാൻ ഓൾറെഡി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവൻ കണ്ട് അപ്പം തന്നെ അവനെടുത്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇതിപ്പോൾ ഇത് വന്നിട്ടേ ഉള്ളൂ ഫ്രഷായിട്ട്. നമുക്കിത് എല്ലാം അൺബോക്സ് ചെയ്ത് അവനെ കാണിക്കാം. അവൻ്റെ റിയാക്ഷനൊക്കെ നമുക്ക് വേഗം കാണാം കേട്ടോ. പൂപ്പിക്കുട്ട, ഇതെന്താണെന്ന് അറിയാമോ? പൂപ്പിക്കുട്ടനുള്ള ഗിഫ്റ്റാണ്, ബർത്ത്ഡേ. ഇത് അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ്, ഇത് അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് അവരുടെ പല്ലിനൊക്കെ നല്ല സ്ട്രോങ് ആവാൻ ബെസ്റ്റാണ് സാധനം. അടുത്തത് ഇഷ്ടപ്പെട്ടു പൂപ്പിക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അടുത്ത ഗിഫ്റ്റ് ക്യാരറ്റ്. ഇതെല്ലാം ക്ലോത്തിലുള്ള ക്യാരറ്റ്. ഇത് ഇഷ്ടപ്പെട്ടോ? അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ, ഈ സാധനം. ഇത് ക്യാരറ്റ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് നല്ല ബലമുണ്ട് കേട്ടോ, ക്ലോത്താണ്. ഇത് നോക്ക്, ഇഷ്ടപ്പെട്ടോ? ഇത് ഇഷ്ടപ്പെട്ടോ? ഇതൊരു ബോളാണ് കേട്ടോ, ക്ലോത്ത് വെച്ചിട്ടുള്ള ഒരു ബോളാണ്. ഇതൊക്കെ അവൻ കളിച്ചോളും കേട്ടോ. ഇപ്പൊ അവന് ആ ഒരു ചുരുക്കമില്ലെങ്കിലും പിന്നീട് അവൻ അതൊക്കെ സെറ്റാക്കിക്കോളും. അടുത്തതാണ് ഒരു വലിയ സർപ്രൈസ് ഗിഫ്റ്റ്. കാണിച്ചേരേ, ഇതൊരു ഹെന്നാണ് കേട്ടോ. പൂപ്പിക്ക് പേടിയാണ്, പക്ഷെ ഇതവ എടുത്തോളും കേട്ടോ. അപ്പൊ ഇത് അവൻ എന്തായാലും ഇത് പേടിയാണ്, എന്നാൽ ഇഷ്ടമാണ് കേട്ടോ. ഇത് ഇനി ഇതൊക്കെ വെച്ചിട്ടായിരിക്കും അവന്റെ കളികൾ ഇവിടെ. ഓൾറെഡി ഇതിന്റെ ഒരു സെറ്റ് ഓൾറെഡി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് പണ്ട് ആദ്യമൊക്കെ ഇതൊക്കെ വെച്ചായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ ഫ്രഷ് ആയിട്ട് വീണ്ടും വാങ്ങിയതാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് അവന്റെ പ്രീ ബർത്ത്ഡേ ഗിഫ്റ്റ് കേട്ടോ, സർപ്രൈസ് ഗിഫ്റ്റ്. ഇത് നോക്കിയിരിപ്പുണ്ട് ആള്, കണ്ട. ഇനി ഈ വീഡിയോ വരാൻ പോകുന്നത് അവന്റെ ബർത്ത്ഡേ വീഡിയോയുടെ കൂടെ ആയിരിക്കും കേട്ടോ. ഇത് വരുന്നത് തുടക്കമായിട്ട് വരും. ഓക്കെ, അപ്പൊ ഇത്രയുള്ള വീഡിയോ. പൂപ്പിക്കുട്ടന് ഇതൊക്കെ ഇഷ്ടപ്പെട്ടു. ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ഇവന്റെ ബർത്ത്ഡേ വീഡിയോയുടെ എല്ലായിട്ടും ഒരുമിച്ചായിട്ടായിരിക്കും കേട്ടോ ഇനി വീഡിയോ വരാൻ പോകുന്നത്. അവൻ നോക്കിയിരിക്കുന്നതുണ്ട്. അപ്പൊ ഇത്രയുള്ള വീഡിയോ. ഇനി അടുത്ത് വരാൻ പോകുന്നത് ഇതിന്റെ കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞാൽ ബർത്ത്ഡേ ആയിരിക്കും.
പിന്നെ ആയപ്പോഴത്തേക്ക് അവൻ ഈ ടോയ്സൊക്കെ ഓരോന്നായിട്ട് അവൻ ഇങ്ങനെ നോക്കാൻ തുടങ്ങി, എന്താണ് സംഭവം എന്നൊക്കെ അവൻ നോക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ അത് വെച്ച് കളിക്കാനും തുടങ്ങി കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അവൻ ആ കോഴിയുടെ ആ ഒരു സംഭവം, ആ സാധനം അവന് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അത് സൗണ്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ ബാക്കിലോട്ട് മാറുന്നത് നമ്മൾ കണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് പിന്നെ ആയപ്പോൾ അതിന് എടുത്തുകൊണ്ട് നടക്കുന്നതൊക്കെയാണ് പിന്നെ ഞാൻ കണ്ടത്. അതൊക്കെ ഞാൻ ഇതിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അടുത്തതിൽ നിങ്ങൾ കാണാൻ പോകുന്ന അതാണ് കേട്ടോ. അതാ കണ്ടോ, അവ അതിനെ എടുത്തുകൊണ്ട് നടക്കുവാണ്. പിന്നെ അതിനിങ്ങനെ കടിക്കുമ്പോഴത്തേക്ക് അതിൽ സൗണ്ട് കേൾക്കുമല്ലോ. അപ്പോൾ അതൊക്കെ അവൻ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. എന്തായാലും എൻ്റെ പ്രീ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ ബർത്ത്ഡേ വീഡിയോയിലേക്ക് പോകാം ഗായ്സ്. അപ്പോൾ നമ്മുടെ പുപ്പിക്കുട്ടിയുടെ ബർത്ത്ഡേ വന്ന് എത്തിക്കഴിഞ്ഞു. അപ്പോഴേ നമ്മളെ ലാസ്റ്റ്, അത് നിങ്ങൾ ഇപ്പോൾ കാണുമ്പോൾ തൊട്ട് മുന്നേ ഉള്ള ക്ലിപ്പ് എന്ന് പറയുന്നത് പുപ്പിക്കുട്ടിയെ ഒരു ചെറിയൊരു പ്രീ ബർത്ത്ഡേ സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഗിഫ്റ്റ്സ് കൊടുത്തിട്ട് അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പം ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഞാൻ എങ്ങനെ ഒരു ചെറിയ രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യണം, അവന് ഡ്രസ്സൊക്കെ ഇടിപ്പിക്കണം. ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഡെക്കറേഷൻ എങ്ങനെയാണെന്നുള്ളത്. ഒരു കുട്ടി ഡെക്കറേഷനാണ്, കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി അവൻ്റെ ഡ്രസ്സ് ഒന്ന് അൺബോക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ് വാങ്ങിയിട്ടുള്ളത് പോഗി പെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. ഞാൻ മിക്ക ഡ്രസ്സുകളും മിക്കവാറും ഈ പോഗി പെറ്റ്സ് എന്ന പേജിൽ നിന്ന് തന്നെയാണ് വാങ്ങുന്നത്. പിന്നെ അല്ലാണ്ടും നമ്മുടെ മാക്സൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ കിഡ്സിൻ്റെ തന്നെ അതിൽ നിന്നും വാങ്ങാറുണ്ട്. പക്ഷേ കൂടുതലും ഇങ്ങനെയൊക്കെയുള്ള ഒക്കേഷൻസൊക്കെ വരുമ്പോഴത്തേക്ക് കൂടുതലും ഞാൻ ഈ പോഗി പെറ്റ്സ് എന്ന് പറഞ്ഞ ഒരു പേജിൽ നിന്നാണ് വാങ്ങുന്നത്. അടിപൊളി പ്രോഡക്റ്റ് ആട്ടോ അവരുടെ എല്ലാം. ഇവർക്ക് നല്ലപോലെ കംഫർട്ടബിളായിട്ട് ഇരിക്കാനൊക്കെ പറ്റുന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സസൊക്കെ ഇവരുടെ കയ്യിലുണ്ട് കേട്ടോ. ഏതൊരു ഒക്കേഷന് വേണ്ട ഡ്രസ്സസും അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ അവൻ്റെ ഷർട്ട്. വാട്ടർമെലൻ ഒരു യെല്ലോ കളറിലൊക്കെ വരുന്ന ഒരു അടിപൊളി ഷർട്ടാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തതാണ്. കണ്ടോ, നല്ല രീതിയിലാണ്, നല്ല കംഫർട്ടബിളാണ്. ആൻഡ് ക്വാളിറ്റി ഓൾസോ 10/10 എന്ന് തന്നെ ഞാൻ പറയും. അപ്പോൾ ഇനി നമുക്ക് അവന് ഇട്ടിട്ട് കാണാം. അതാ കണ്ടോ, ഓൾറെഡി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇടാൻ സമ്മതിക്കുകയില്ല, പക്ഷേ എങ്ങനെയൊക്കെ ഇട്ട് ഞാൻ കൊടുത്തു. ഇപ്പോൾ അവൻ്റെ ടോയ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കേക്കും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് അവൻ്റെ ബർത്ത്ഡേ കേക്ക്. അപ്പോൾ പൂപ്പിക്കുട്ടൻ്റെ 3ാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഈ കേക്ക് വന്ന് പിസ്താഷ്യോ കേക്കാണ് കേട്ടോ. ഇപ്രാവശ്യം വാങ്ങിയത് നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിക്കുള്ള കേക്കാട്ടോ വാങ്ങിയത്. ലാസ്റ്റ് ടൈം ഞാൻ ഇവർക്ക് വേണ്ടിയിട്ടുള്ള കേക്കാട്ടോ ഓർഡർ ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി കേക്ക് കട്ട് ചെയ്യാം. ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ പൂപ്പി, ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ.